പൊളി 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 കിടുക്കാച്ചി പടം, കിണ്ണങ്കാച്ചി ഐറ്റം, അടിപൊളി. ഏത് മേഖല എടുത്തു സിനിമയുടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, എന്ത് അളവുകൾ വെച്ച് അളന്നാലും ശരി, പൊളി പടം. അത് ഡയറക്ഷൻ ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, അതിന്റെ കഥയായിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, മ്യൂസിക്, വിഷ്വൽ, ഇതെല്ലാം കൊണ്ട് ടോട്ടലി സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന ഒരു കിണ്ണം കാച്ചിയ കിടുക്കാച്ചി പടം. അതാണ് എക്കോ. എന്റെ അമ്മ എന്താ പറയണ്ട ഈ പടത്തിനെ കുറിച്ച്. ത്രൂ ഔട്ട് ദ മൂവി, തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ ത്രില്ലിന്റെ പീക്കിൽ കൊണ്ടുവന്നെത്തിക്കും ഈ പടം. അത് കാണാനും പരിപാടിയൊക്കെ ഭയങ്കര രസമുള്ളതായിരുന്നു. എന്ത് കിടുവായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാല് എന്റെ അമ്മോ പറയാൻ പറ്റില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ഫസ്റ്റ് ഹാഫ് ആയിക്കോട്ടെ, സെക്കൻഡ് ഹാഫ് ആയിക്കോട്ടെ, അതിന്റെ പരിപാടികളായിക്കോട്ടെ, നമ്മൾ കംപ്ലീറ്റ്ലി ഹുക്ഡ് ആണ്. ആ ഒരു സ്റ്റോറിയിൽ നമ്മൾ അങ്ങ് എൻഗേജ് ആയി പോകും. ആ സ്റ്റോറി സ്ക്രീൻ പ്ലേ നമ്മൾ അങ്ങ് കൊണ്ടുപോകും പടത്തിലേക്ക്. എന്നിട്ട് അതിന്റെ ഒരു ആ മിസ്റ്ററി ആയിക്കോട്ടെ, ആ ത്രില്ലിങ് എലമെന്റ് ആയിക്കോട്ടെ, അതിന്റെ ക്ലൈമാക്സ് പരിപാടി എല്ലാം കൊണ്ട് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു കിടുക്കാച്ചി പടം. എന്താ പടം, പൊളി ഐറ്റം. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ദിൻജിത്ത് ആണ്. ആൻഡ് ഇത് എഴുതിയിരിക്കുന്നത് ബാഹുൽ രമേശ് ആണ്. ആൻഡ് അങ്ങേര് തന്നെയാണ് ഇതിന്റെ സിനിമോട്ടോഗ്രാഫിയും ചെയ്തിരിക്കുന്നത്. ഈ ടീം തന്നെയാണ് ആക്ച്വലി കിഷ്കിന്ദ കാണ്ഡം ചെയ്തിരിക്കുന്നത്. കിഷ്കിന്ദ കാണ്ഡം എങ്ങനെയുള്ള ഒരു പടമാണെന്ന് നമുക്കറിയാം. അത് തന്നെയായിരുന്നു ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈപ്പ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ആ ഒരു കോമ്പിനേഷന്റെ വേറെ നെക്സ്റ്റ് പടം എന്ന് പറയുമ്പോൾ അത് മോശമാക്കില്ലല്ലോ. അത്രയും പൊളിച്ചിട്ടുണ്ട് ഒരു പടത്തില്. ഇത് ആക്ച്വലി ഒരു ആനിമൽ ട്രയോളജി എന്ന് തന്നെ പറയാം. ഇവരുടെ ഒരു ആനിമൽ ട്രയോളജി ഉണ്ട്. ലൈക്ക് നമ്മുടെ കിഷ്കിന്ദ കാണ്ഡം, കേരള ഫയൽ 2, കേരള ക്രൈം ഫയൽ 2 എന്ന് പറഞ്ഞൊരു വെബ് സീരീസ്, അത് കഴിഞ്ഞ ശേഷം എക്കോ. ഈ മൃഗങ്ങളെ വെച്ചിട്ടുള്ള ആ ഒരു ബേസിസിൽ വരുന്ന ഒരു പരിപാടി, അത് ഭയങ്കര രസമായിരുന്നു. ആ ട്രിയോളജിയുടെ മൂന്നാമത്തെ പടം അല്ലെങ്കിൽ ഒരു ഫൈനൽ പടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പടം, അമ്മാതിരി ഒരു ഐറ്റം. ഇങ്ങനെ ബാഹുൽ തന്നെയാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അത് കാണാൻ എന്ത് ഭംഗിയുണ്ടറിയോ. ആ സ്ഥലത്തിന്റെ ആ ഒരു ഭംഗി, അതിന്റെ ഒരു ജിയോഗ്രഫിക്കൽ ആ ഒരു എക്സൈറ്റ്മെന്റ്, പരിപാടികൾ, ആ കാടിന്റെ ഭംഗി, അതിന്റെ ഒരു എന്ത് ഡ്രസ്സായിട്ട് അത് ക്യാപ്ചർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ത്രൂ ഔട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ക്യാപ്ചർ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കൊതിയാപ്പോ നമുക്ക് അവിടെ എത്താൻ വേണ്ടിട്ട്. അതിന്റെ ഒരു ആ ഒരു പരിപാടി സെറ്റപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ആ ഒരു പ്രദേശത്തെ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന രീതി, അതിന്റെ ക്യാമറ ആംഗിൾസ്, ഷോട്ടുകൾ, ചില ഫ്രെയിമുകൾ, പരിപാടി സെറ്റാണ്, പൊളിയാണ്. ഒരു നല്ല സ്ക്രീനിൽ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ട്. അത് വേറെ തന്നെ ഒരു ഐറ്റം ആണ്. എന്ത് രസമായിട്ട് അത് ക്യാപ്ചർ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ അത്ര പൊളിയാണ്. ഈ ഒരു എക്സൈറ്റ്മെന്റും ഈ ഒരു ഭയങ്കര നമ്മളെ ആ ഒരു നേച്ചറോട്ട് അടുപ്പിക്കുമ്പോൾ തന്നെ ഇതിന്റെ മ്യൂസിക് ഇതിലേക്ക് കയറി വരും. ഒരു മിസ്റ്ററി നിറഞ്ഞ ആ കഥയ്ക്ക്, ആ ഒരു കഥയുടെ ആ ഒരു സോൾ എന്താണോ ആ സോളിനെ അറിയിച്ചുകൊണ്ട് ഇതിന്റെ മ്യൂസിക് കടന്നു വരും. ത്രൂ ഔട്ട് ആ മ്യൂസിക് ക്യാരി ആവുന്നുണ്ട്. ഇതിന്റെ BGM ഒരു വലിയ ഹൈ തന്നെയാണ്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ് ആണ്. അങ്ങനെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ മൂവി ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ റൺ ആവും. ആ സ്കോർ ഇതിന്റെ മിസ്റ്ററിനെ കറക്റ്റായി ക്യാപ്ചർ ചെയ്യും. ഒരു സ്ക്രീനിൽ നമുക്ക് ആ പ്രകൃതിയുടെ ഭംഗി കണ്ട് നമ്മൾ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു മ്യൂസിക് ഇട്ടി ചങ്ങയുടെ ഒരു പരിപാടി ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എവിടുന്ന ഒരു നമ്മുടെ ഹൃദയം കിടന്ന് ഇങ്ങനെ മുട്ടിക്കാൻ തുടങ്ങി, ടക്ക് 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 എന്ന്. അമ്മാതിരി ഒരു ഐറ്റം പൊളിച്ചിട്ടുണ്ട്. ഇതിൽ നായ്ക്കളെ വെച്ചിട്ടൊരു സാധനമുണ്ട്. ആ സമയത്തുള്ള മ്യൂസിക് പരിപാടി, അതിന്റെ ഒരു സൗണ്ട് എഫക്ട്, എന്റെ അമ്മോ കിണ്ണം കാച്ചിയ ഒരു ഐറ്റം. പിന്നെ ആ കാടുകളുടെ ആ ഒരു സൗണ്ട് മിക്സിങ്, ആ സൗണ്ട് മിക്സിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊരു രസമാണെന്ന് അറിയോ. ഒരു നല്ല ഡോൾബി 7.1 അങ്ങനത്തെ ഒരു റേഞ്ചിലുള്ള ഒരു തിയേറ്റർ പോയി കണ്ടാല് നിങ്ങൾക്ക് ലിറ്ററലി ഓരോരു സൗണ്ട് മിക്സിന്റെ ആ ഒരു വൈബ് അറിയാൻ പറ്റും. ഭയങ്കര രസമായിട്ടുള്ള സൗണ്ട് മിക്സിങ് പരിപാടികൾ. എന്റെ അമ്മ ത്രൂ ഔട്ട് നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണടക്കാൻ പറ്റില്ല. സ്ക്രീനിൽ ആ പരിപാടി ഭംഗിയുടെ ഒപ്പം തന്നെ മ്യൂസിക്കും കൂടി കയറി വരുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അത് വേറെ ലെവൽ ഹൈ ആണ്. എന്റെ അമ്മ പൊളിച്ചടിക്കുക ആ ഭാഗങ്ങളിലെല്ലാം. പിന്നെ ഇതിന്റെ കാസ്റ്റിനെ കുറിച്ച് പറയണ്ടല്ലോ. സന്ദീപ് ഉണ്ട്. സന്ദീപിന്റെ പരിപാടി സെറ്റപ്പാണ്. സന്ദീപ്, വിനീത്, നരേൻ, ബിനു. പിന്നെ ഇതില് ഒരു മലേഷ്യൻ ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ യങ് ഭാഗം അഭിനയിച്ചിരിക്കുന്നത് ഒരാളാണ്. അതിന്റെ ഒരു ഏജ് ഓൾഡ് ആയിരിക്കുന്ന ഒരു അഭിനയിച്ചിരിക്കുന്ന വേറൊരാളാണ്. അവരുടെയൊക്കെ പെർഫോമൻസ് പൊളിയാണ്. എസ്പെഷ്യലി ഇതിന്റെ ക്ലൈമാക്സ് പോർഷൻ അതിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും സന്ദീപ് ത്രൂ ഔട്ട് ഫസ്റ്റ് എൻഡ് വരെയുള്ള ആ ക്യാരക്ടറൈസേഷൻ, അതിന്റെ ഒരു സെറ്റപ്പ്, അതിന്റെ ഒരു പെർഫോമൻസ് അവൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് സ്ക്രീനിൽ. ക്ലൈമാക്സ് അത് ലിറ്ററലി ഒരു മൗഗ്ലി വൈബായിരുന്നു. ആ ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഈ പടത്തിൽ അങ്ങനെ അവനൊരു മൗഗ്ലിയാണെന്ന്. ലിറ്ററലി ആ ക്ലൈമാക്സ് പോർഷൻ കാണുമ്പോൾ മനസ്സിലാവും എന്താ സാരം എന്നുള്ളത്. കിടുക്കാച്ചി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നരയൻ ആയിക്കോട്ടെ, നരയന്റെ ഒരു സട്ടയർ ആയിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമുള്ളതായിരുന്നു. അതേപോലെ തന്നെ വിനീത് ത്രൂ ഔട്ട് പടത്തിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് സഡൻലി ഒരു പെർഫോമൻസ് ഉണ്ട്. ഒരു കുറച്ച് ലെങ്തി ഷോട്ടില്
ഒരു ലെങ്തി ഷോർട്ടിൽ ഒരു ചെറിയ പെർഫോമൻസ് ഉണ്ട്. അത് വേറെ ലെവൽ ഐറ്റം ആയിരുന്നു. ഒരു ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. ഇങ്ങനെയൊക്കെ എവിടെയാണോ പോയി കടന്നത്, ഇങ്ങനെയൊക്കെ കുറച്ച് സിനിമയൊക്കെ ചെയ്തോടെ. ഇമാതിരി ഐറ്റം ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അമ്മാതിരി ഒരു പരിപാടി. ഇതിൽ സൗരവ് സച്ദേവ് അഭിനയിച്ച ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ ഒരു ഒരു റിവീലേഷൻ ഉണ്ട്. ബേസിക്കലി എന്താണ് എങ്ങനെയാണെന്നുള്ള പരിപാടികൾ. ആ സമയത്ത് അങ്ങയുടെ പെർഫോമൻസസ്, കാര്യങ്ങൾ, സെറ്റ് പതൊക്കെ പൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ മലേഷ്യൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അവരുടെ ഒരു ഏജ് ഓൾഡ് ക്യാരക്ടറിന്റെ പെർഫോമൻസ് കിണ്ണം കാച്ചിയതാണ്. ത്രൂ ആ ഒരു പടത്തിനെ മൊത്തത്തിൽ അങ്ങ് ക്യാരി ചെയ്ത് ആ പടത്തിനെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ യങ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആക്ടറും പൊളിയാണ്. ഇവർ രണ്ടാളുടെ പേരും പെട്ടെന്ന് വായിൽ വരുന്നില്ല. അപ്പം ഇത് രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിണ്ണം കച്ച പെർഫോമൻസസ് ഇതൊക്കെ കൊണ്ട്. പിന്നെ അശോകൻ ചേട്ടനുണ്ട്, ബിനു പപ്പനുണ്ട്. ഇവരതൊക്കെ പെർഫോമൻസസ് ഭയങ്കര രസമായിരുന്നു. ത്രൂ ഔട്ട് ദ മൂവി ഇത് ക്യാരി ചെയ്തു. പെർഫോമൻസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. അതിന്റെ സ്റ്റോറി വളരെ എൻഗേജിങ് ആൻഡ് ഇൻടാക്ട് ആണ്. അതിന് അത്രയും ഹൈ കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ്, കംപ്ലീറ്റ്ലി ഓഡിയൻസിനെ ലോക്ക് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ്, അതിനെ എല്ലാത്തിനെയും കൂട്ടി നിൽക്കുന്ന ഒരു പെർഫോമൻസസ്, ആർക്കുകൾ എല്ലാവരുടെയും ഇതിനൊക്കെ കൂട്ടി യോജിച്ച് വരുന്ന ഒരു സ്ക്രീൻ സിനിമോട്ടോഗ്രഫി പരിപാടികൾ, അതിന്റെ ഒരു മിക്സ്ചർ സാധനങ്ങൾ, ഇതിന്റെ ഒക്കെ മൊത്തത്തിൽ അങ്ങ് കൂട്ടിക്കിഴച്ച് ഭയങ്കര രസത്തിൽ മോൾഡ് ചെയ്ത് കണക്ട് ചെയ്യുന്ന മ്യൂസിക്, ഇതൊക്കെ ചേർന്ന് ഒരു കിണ്ണം കാച്ചിയ അടിപൊളി പരിപാടിയാണ്. ഇത് തിയേറ്റർ തന്നെ വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ്. തിയേറ്ററിൽ നിന്ന് ഒരിക്കലും മിസ് ചെയ്യരുത്. തിയേറ്റർ തന്നെ പോയി കാണുക. കാരണം ഇതുപോലത്തെ ഒരു സിനിമ തിയേറ്റർ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഭയങ്കര രസമാണ്. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്കിതൊരു ഹോണ്ടഡ് ആയിട്ടുള്ള ഫീലിങ്ങോ അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്റ്റർബൻസോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതൊരു എക്സൈറ്റ്മെന്റ് ആണ് കംപ്ലീറ്റ്ലി. ഓ മൈ ഗാഡ്, ഇതാണ് പരിപാടി. കാരണം ഇത് തുടക്കം മുതൽ അവസാനം വരെ എവിടെ കണക്ട് ചെയ്യില്ല. നമ്മൾ എവിടേക്കാണ് ഈ പരിപാടി പോയി ചെന്ന് എത്തുന്നത് മനസ്സിലാവും. പക്ഷെ ക്ലൈമാക്സിലെ റിവീലേഷനും റീലൈനിലെ പരിപാടിയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അത് തന്നെയാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയ ബെസ്റ്റ് എന്ന് പറയുന്നു. സോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. മിസ് ചെയ്യരുത്, ഉറപ്പായും പോയി കാണുക. എക്കോ, വാട്ട് യു ഗീവ് കംസ് ബാക്ക് അറ്റ് യു. തിയേറ്ററിൽ പോയി കാണുക. കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കണ്ടു പറയാം. താങ്ക് യു.